Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ Vertex Cover Approximation using linear programming and linear programming rounding ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ മൂവിങ് ഓൺ ടു ദ ടോപ്പിക്, ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ് ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് Vertex Cover Approximationലോട്ട് പോവാം. സോ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. നമ്മൾ അതിൽ ഒന്ന് മാക്സിമൈസ് ചെയ്യും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണും, ആ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമൈസ് ഓർ മിനിമൈസ് ചെയ്യും. അതാണ് നമ്മളുടെ എയിം. ഇപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ആണെങ്കിൽ മാക്സിമൈസ് ചെയ്യാം, മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമൈസ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ മാക്സിമൈസും മിനിമൈസും ചെയ്യുന്നത് അതിലൊരു സെറ്റ് ഓഫ് ലീനിയർ ഈക്വാലിറ്റി ഓർ ഇൻഈക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ കാണും. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ മാക്സിമൈസ് ഓർ മിനിമൈസ് ഒക്കെ ചെയ്യുന്നത്. So linear programming is an optimization technique where we aim to maximize or minimize a linear objective function subject to a set of linear equality or inequality constraints. ഇനി ഇതിൽ ഈ ലീനിയർ പ്രോഗ്രാമിൻ്റെ ഷോർട്ട് ഫോമാണ് LP. ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ 3 മെയിൻ കോമ്പോണൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസിഷൻ വേരിയബിളാണ്. ഡിസിഷൻ വേരിയബിൾസ് അതെന്ന് പറയുമ്പോൾ അൺനോൺ വാല്യൂസ് ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന അൺനോൺ വാല്യൂസാണ് ഡിസിഷൻ വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ x1, x2, ABC ഇതൊക്കെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ഉള്ളത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. ഒരു ലീനിയർ ഫംഗ്ഷൻ കാണും, ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ മിനിമൈസ് ഓർ മാക്സിമൈസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാക്സിമൈസേഷൻ അതാണ് എടുത്തേക്കുന്നത്. മാക്സിമൈസ് z is equal to 3x1 plus 5x2. ഈ ഒരു ഇതിനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒരു ലീനിയർ ഫംഗ്ഷൻ കാണും, ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ മിനിമൈസ് ഓർ മാക്സിമൈസ് ചെയ്യാൻ പോകുന്നത്. ഇനി തേർഡ് വൺ കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ് ആണ്. നമുക്ക് കുറച്ച് കണ്ടീഷൻസ്, എല്ലാം ലീനിയർ കണ്ടീഷൻസ് കാണും. അതിലുള്ള എല്ലാ ലീനിയർ കണ്ടീഷൻസും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ x1 plus x2 less than or equal to 4, 2x1 plus 3x2 greater than or equal to 6. ഇങ്ങനെ ലീനിയർ കണ്ടീഷൻസൊക്കെ കാണും, അതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻറ്റ്സ്. ഇനി ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ആണെങ്കിൽ z is equal to c1 x1 plus c2 x2 plus etc plus cn xn. ആൻഡ് ഇതിൽ കുറച്ച് ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. a1 x1 plus a12 x2 plus അങ്ങനെ എക്സെട്ര, ഇങ്ങനെ n നമ്പർ ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് വൺ xi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് LPയുടെ ജനറൽ ഫോം. ഇനി വെർട്ടെക്സ് കവർ അപ്രോക്സിമേഷനെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. വെർട്ടെക്സ് കവർ അപ്രോക്സിമേഷൻ നോക്കാം യൂസിങ് LP റിലാക്സേഷൻ ആൻഡ് LP റൗണ്ടിങ്. ഈ LP ബേസ്ഡ് അപ്രോക്സിമേഷൻ അൽഗോരിതം, വെർട്ടെക്സ് കവറിൻ്റെ LP ബേസ്ഡ് അപ്രോക്സിമേഷൻ അൽഗോരിതം എന്ന് പറയുന്നത് 2 അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ആൻഡ് ഇതിൽ നമ്മൾ 3 സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ILP ഫോർമുലേഷൻ, ദാറ്റ് ഈസ് ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് LP റിലാക്സേഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ് റിലാക്സേഷൻ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് LP റൗണ്ടിങ്, ലീനിയർ പ്രോഗ്രാമിംഗ് റൗണ്ടിങ്. ഈ 3 സ്റ്റെപ്സാണ് നമ്മൾ ഈ വെർട്ടെക്സ് കവർ അപ്രോക്സിമേഷൻ യൂസിങ് LPയിൽ യൂസ് ചെയ്യുന്നത് ടു ഒബ്റ്റെയിൻ എ നിയർ ഒപ്റ്റിമൽ വെർട്ടെക്സ് കവർ ഇൻ പോളിനോമിയൽ ടൈം. ഒരു ഒപ്റ്റിമൽ അല്ല, ബട്ട് നിയർ ഒപ്റ്റിമൽ വെർട്ടെക്സ് കവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ILP ഫോർമുലേഷനാണ്, വെർട്ടെക്സ് കവറിൻ്റെ ILP ഫോർമുലേഷൻ. സോ നമ്മളിതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രാഫ് കാണും, ആ ഗ്രാഫിലുള്ള ഓരോ വെർട്ടെക്സസിനും ഓരോ വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ABC ഇതൊരു ഗ്രാഫ് എന്ന് വയ്ക്കാം. ഇതിലുള്ള ഓരോ വേർട്ടിസസിനും ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ x1, x2, x3 ഇങ്ങനെ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ വേരിയബിളിന് വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ എവറി വെർട്ടെക്സ് V നമ്മൾ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യും. ആ വേരിയബിളിനുള്ള വാല്യൂ ആണ് xv equal to 1 if vertex V is included in the cover. വെർട്ടെക്സ് കവറിൽ നമ്മൾ ആ ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കണം. സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ വെർട്ടിസസ് ഒക്കെ വെർട്ടെക്സ് കവറിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളിത് ജസ്റ്റ് LP സോൾവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതിന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വെർട്ടെക്സ് കവറിൽ ഇതുണ്ടെങ്കിൽ 1 കൊടുക്കണം അല്ലെങ്കിൽ 0 കൊടുക്കണം എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു വെർട്ടിസസ് സെറ്റിലുള്ള എല്ലാ വെർട്ടിസസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ സമ്മ് നമ്മൾ മിനിമൈസ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഇത് കിട്ടി, വേരിയബിൾസ് കിട്ടി, ഒബ്ജക്റ്റീവ്സും കിട്ടി.
ലീനിയർ പ്രോഗ്രാമിങ്ങിൽ 3 കോമ്പോണൻസ് ആണുള്ളത്: വേരിയബിൾസ്, ഒബ്ജക്റ്റീവ്, പിന്നെ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 കിട്ടി. അടുത്തുള്ളത് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് ഇതിൽ എഡ്ജ് കവറിങ് കൺസ്ട്രെയിൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ ഏതൊരു എഡ്ജ് u, v എടുത്താലും യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വേരിയബിളും വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേരിയബിളും കാണും. സോ ഇത് രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 1 വേണം. ഇതാണ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, ഓരോ വേർട്ടിസസിനും ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ഒരു വേർട്ടിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, വേർട്ടെക്സ് കവറിൽ എടുക്കുകയാണെങ്കിൽ അതിന് 1 കൊടുക്കും, എടുക്കുന്നില്ല എങ്കിൽ 0 കൊടുക്കും. സോ ഈ എഡ്ജ് കൺസ്ട്രെയിൻറ്റിൽ ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിൽ u, v എന്ന് പറഞ്ഞിട്ട് 2 വേർട്ടിസസ് കാണും. 2 വേർട്ടിസസിൻ്റെ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സം ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 1 വേണം. ബിക്കോസ് വേർട്ടെക്സ് കവറിൽ എന്താ, നമ്മൾ ഇപ്പോൾ u, v എന്ന് ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ either u നമ്മളുടെ വേർട്ടെക്സ് കവറിൽ വേണം, അല്ലെങ്കിൽ v നമ്മളുടെ വേർട്ടെക്സ് കവറിൽ വേണം, ഓർ 2 നമ്മളുടെ വേർട്ടെക്സ് കവറിൽ വരാം. സപ്പോസ് ഇതിൽ u, v എടുക്കുവാണ്, യുവിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ 0, വിയുടെ വേരിയബിളിൻ്റെ വാല്യൂ 1 ആണെന്ന് വയ്ക്കാം. അപ്പോൾ 0 + 1 = 1 അല്ലേ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ 2നും 1 കൊടുക്കാം. 2നും 1 കൊടുക്കുമ്പോൾ 1 + 1 2. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ 2ന് 0 കൊടുക്കുകയാണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസ്ട്രെയിൻസ് കൊടുക്കുന്നത്. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 എൻഡ് പോയിൻറ്റ് ഓഫ് എവറി എഡ്ജ് ഇസ് ചൂസൺ മാച്ചിങ് ദ ഡെഫിനേഷൻ ഓഫ് എ വെർട്ടെക്സ് കവർ. ഇത് ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ബിക്കോസ് നമ്മളിതിൽ 0 ആൻഡ് 1 മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് ആൻഡ് ഇത് NP ഹാർഡാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ റിലാക്സ് ചെയ്യും. റിലാക്സേഷൻ മീൻസ് സിൻസ് ഈ ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് ILP എന്ന് പറയുന്നത് ഹാർഡ് ആണ്, സോ നമ്മൾ അതിനെ റിലാക്സ് ചെയ്യും. ആ ഒരു ഇൻറ്റഗ്രിറ്റി കണ്ടീഷനെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് അതിനെ LPയിലോട്ട് മാറ്റും. നമ്മൾ ILPയിൽ എന്തായിരുന്നു, XVയുടെ വാല്യൂ 0 or 1 ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ മാറ്റിയിട്ട് 0 to 1 വരെയുള്ള വാല്യൂസ് കൊടുക്കും XVക്ക്. അപ്പോൾ ആദ്യം XVയുടെ വാല്യൂ 0 അല്ലെങ്കിൽ 1 മാത്രമേ വരാം എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് 0 to 1 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാമെന്ന് കൊടുത്തു. അപ്പോൾ 0.1 എടുക്കാം, 0.5 എടുക്കാം, 0.2, 1, 0, ഇങ്ങനെ 0 to 1 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആ ഒരു XVക്ക്, അതായത് ആ വേരിയബിൾസിന് എടുക്കാൻ പറ്റും. നൗ ഈച്ച് വേരിയബിൾ ക്യാൻ ടേക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് ബിറ്റ്വീൻ 0 and 1. ഇപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തില്ലേ, ഇതാണ് ഒരു ലീനിയർ പ്രോഗ്രാമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ILPനെ ലീനിയർ പ്രോഗ്രാമിംഗ് LP ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതാണ് റിലാക്സേഷൻ. ഇതിനെ നമുക്ക് പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റും യൂസിങ് ആൻ LP സോൾവർ. LP സോൾവർ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻബിൽഡ് ഫംഗ്ഷനാണ്. അപ്പോൾ LP സോൾവർ വെച്ചിട്ട് നമുക്കിതിനെ പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഈ LP സൊല്യൂഷൻ ടിപ്പിക്കലി നമുക്ക് ഫ്രാക്ഷണൽ റിസൾട്ട്സിനെ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് സ്റ്റെപ്പാണ് LP റൗണ്ടിങ്. ഇതിൽ പറഞ്ഞ ഫ്രാക്ഷണൽ റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഓരോ വേരിയബിളിനും 0 to 1 വരെയുള്ള നമ്പേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കും. അതായിരിക്കും നമ്മളുടെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ ആ ഫ്രാക്ഷണൽ വാല്യൂസിനെ റൗണ്ട് ചെയ്ത് 0 and 1 എഗെയിൻ കൺവേർട്ട് ചെയ്യും. LP rounding to convert the fractional LP solution into a valid vertex cover. അപ്പോൾ നമുക്ക് കിട്ടിയ ഫ്രാക്ഷണൽ വാല്യൂസിനെ ഒരു വാലിഡ് വേർട്ടെക്സ് കവറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിന് വീണ്ടും നമ്മൾ 1 and 0 ആ ഒരു നമ്പറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കണ്ടീഷനാണ് ഓരോ വേർട്ടിസസിൻ്റെ ആ വേരിയബിളില്ലേ XV എന്ന് എടുക്കാം ഫോർ എക്സാമ്പിൾ, അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0.5 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കാം ആൻഡ് ആ ഒരു വേർട്ടെക്സിനെ നമുക്ക് വേർട്ടെക്സ് കവറിലോട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ XV ആ ഒരു വേർട്ടെക്സിൻ്റെ വേരിയബിൾ ലെസ് ദാൻ 0.5 ആണെങ്കിൽ അതിന് നമ്മൾ 0 കൊടുക്കും, അതിനെ നമ്മൾ വേർട്ടെക്സ് കവറിൽ സെലക്ട് ചെയ്യത്തില്ല. ഇതാണ് LP റൗണ്ടിങ്. To convert the fractional LP solution into a valid vertex cover, we apply rounding. XV is equal to 1 if XV greater than or equal to 0.5, 0 if XV less than 0.5. ഈ XV എന്ന് പറയുന്നത് ഓരോ വേർട്ടിസസിനുള്ള വേരിയബിളാണ്. അപ്പോൾ ഏതൊക്കെ വേർട്ടിസസിൻ്റെ വേരിയബിൾസിനാണ് ഗ്രേറ്റർ ദാൻ or equal to 0.5 വരുന്നത് അതെല്ലാം തന്നെ നമ്മൾ വേർട്ടെക്സ് കവറിൽ സെലക്ട് ചെയ്യും, ഫൈനൽ വേർട്ടെക്സ് കവറിൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് വേർട്ടെക്സ് കവർ അപ്രോക്സിമേഷൻ യൂസിങ് LP ആൻഡ് LP റൗണ്ടിങ്. ഇതിൻ്റെ ആൻസർ എടുക്കുകയാണെങ്കിൽ എപ്പോഴും XU + XV ഗ്രേറ്റർ ദാൻ or equal to 1 ആയിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പിൽ റൗണ്ട് ചെയ്ത് 0 and 1 കൊണ്ടുവന്നില്ലേ, ഏതൊരു എഡ്ജ് u, v എടുത്താലും അതിൻ്റെ രണ്ടിൻ്റെയും
വേരിയബിൾസിൻ്റെ സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വേണം. സോ അറ്റ്ലീസ്റ്റ് ഇത് റൗണ്ട് ചെയ്യുന്നതിന് മുന്നത്തെ സ്റ്റെപ്പിൽ ഫ്രാക്ഷണൽ വാല്യൂസ് അതിൽ അറ്റ്ലീസ്റ്റ് എക്സ് യു അല്ലെങ്കിൽ എക്സ് വിക്ക് വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 വേണം. അപ്പോഴേ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 1 and 0 ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ യു കോമ വി രണ്ട് എഡ്ജ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂസ് കൊടുക്കുന്നത്. ആ ഒരു സ്റ്റെപ്പിൽ ഈ യു അല്ലെങ്കിൽ വി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു വേർട്ടീസസിൻ്റെ വേരിയബിളിന് എങ്കിലും 0.5 ഓർ ഗ്രേറ്റർ ദാൻ 0.5 വാല്യൂ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേർട്ടെക്സ് കവർ വാലിഡ് ആണ് എന്ന് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 1 of xu or xv must be greater than or equal to 0.5. So rounding selects at least one endpoint of every edge. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് എങ്കിലും നമ്മുടെ വേർട്ടെക്സ് കവറിൽ കാണും. ഇനി കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൊല്യൂഷൻ കറക്റ്റാണ്, എങ്ങനെയാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. നമുക്ക് ഒരു ഗ്രാഫിൽ ഏത് എച്ച് യു കോമ വി എടുത്താലും അതിൽ ആ ഒരു സൊല്യൂഷൻ എക്സ് യു പ്ലസ് എക്സ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈ ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ രണ്ടും നമ്മൾ ഫ്രാക്ഷൻ വാല്യൂസ് കൊടുത്ത ആ സ്റ്റെപ്പിൽ യു കോമ വി എക്സ് യു ആൻഡ് എക്സ് വി രണ്ടിനും വാല്യൂ ലെസ് ദാൻ 0.5 ആണെങ്കിൽ എക്സ് യു പ്ലസ് എക്സ് വി രണ്ടിനും വാല്യൂ 0.5നേക്കാളും ലെസ്സർ ആണ് കിട്ടുന്നതെങ്കിൽ ലൈക്ക് ഇപ്പോൾ എക്സ് യു ഇസ് ഈക്വൽ ടു 0.2 ആൻഡ് എക്സ് വി ഇസ് ഈക്വൽ ടു 0.5. ഇപ്പോൾ ഇത് രണ്ടും 0.5നേക്കാളും ലെസ്സർ അല്ലേ, അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരത്തില്ല. അതൊരു കോൺട്രാഡിക്ഷനാണ്. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു എഡ്ജ് എടുക്കുമ്പോൾ യു വി എടുക്കുമ്പോൾ എക്സ് യു ഓർ എക്സ് വിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എഡ്ജിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു എൻഡ് പോയിൻറ്റിനെങ്കിലും വേർട്ടെക്സ് കവറിൽ ചൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വേർട്ടെക്സ് കവർ സെറ്റ് സി വാലിഡ് ആണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ്നെസ്. ഇനി 2 അപ്രോക്സിമേഷൻ്റെ പ്രൂഫ് ഉണ്ട്. വേർട്ടെക്സ് കവർ അപ്രോക്സിമേഷൻ യൂസിങ് എൽ പി ആക്ച്വലി ഒരു 2 അപ്രോക്സിമേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതിൽ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വേർട്ടെക്സ് കവർ സെറ്റ് സി ആണ്. സോ സിയുടെ കൗണ്ട് നമ്മൾ ഒപ്റ്റിമൽ കൗണ്ടിനോട് ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ കൗണ്ടിനോട് റിലേറ്റ് ചെയ്യണം. ഒപ്റ്റിമൽ മീൻസ് ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കൂടെ റിലേറ്റ് ചെയ്യണം. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള കാർഡിനാലിറ്റി സെറ്റ് വേർട്ടെക്സ് കവറിൻ്റെ കാർഡിനാലിറ്റി ഈക്വൽ ടു സം ഓഫ് വേർട്ടിസസ് ബിലോങ്സ് ടു C1. ഫോർ എക്സാമ്പിൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ വേർട്ടെക്സ് കവറിലുള്ള വേർട്ടിസസ് 1, 2, 3 ആണെന്ന് വെക്കാം. അപ്പോൾ ഈ ഫോർമുല എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സം ഓഫ് വേർട്ടിസസ് ബിലോങ്സ് ടു C. ഓരോ വേർട്ടിസസിനും നമ്മൾ 1 വെച്ച് ആഡ് ചെയ്യും. അപ്പോൾ 1 + 1 ഇറ്റ്സ് ഈക്വൽ ടു 3 അല്ലേ ഈ ഒരു സെറ്റിൻ്റെ കാർഡിനാലിറ്റി. അപ്പോൾ സെറ്റിൻ്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓരോ വേർട്ടീസസിൻ്റെയും ഓരോ വേർട്ടീസസിൻ്റെയും വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണ്. 0.5നെ നമുക്ക് 1/2 എന്ന് എഴുതാം. വേർട്ടെക്സ് കവറിലുള്ള ഓരോ വേർട്ടെക്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 ആയിരിക്കും. ഈ 0.5നെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. എക്സ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇനി ഈ 1/2 ഇതിൻ്റെ 2നെ നമുക്ക് ഈ സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2xv ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2xv എന്നും എഴുതാൻ പറ്റും. സോ ദസ് കാർഡിനാലിറ്റി ഓഫ് സീനെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഈ വേർട്ടെക്സ് കവറിലുള്ള വേർട്ടേഴ്സിനൊക്കെ ആഡ് ചെയ്യുന്ന ആ ഒരു ഇതായിട്ട് കൊടുത്തു. സിഗ്മ വി ബിലോങ്സ് ടു ദി വേർട്ടെക്സ് കവർ 1 എന്ന് കൊടുത്തു. ഇനി അതിനെ നമ്മൾ മാറ്റിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ വി ഈസ് ഈക്വൽ ടു വേർട്ടെക്സ് കവർ 2xv എന്ന് നമ്മൾ കൊടുത്തു. ബിക്കോസ് 2xv എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ, നമ്മൾ കാർഡിനാലിറ്റി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സെറ്റിലുള്ള ഓരോ വേർട്ടെക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2xv എന്ന് കിട്ടി. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് C ഈക്വൽ ടു സിഗ്മ വി ബിലോങ്സ് ടു C1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ വി ബിലോങ്സ് ടു C 2xv ലെസ് ദാൻ ഓർ ഈക്വൽ ടു v belongs to v 2xv which is equal to 2 sigma v xv. ഇതാണ് ഒരു ഫോർമുല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം കാർഡിനാലിറ്റി ഓഫ് C എടുത്തു. അതിനെ നമ്മൾ സിഗ്മ 1 വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അതിൽ നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/2 കൊടുത്തിട്ട് 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ലെസ് ദാൻ ഇത് ഈക്വൽ ടു ഇപ്പോൾ നമുക്ക്
ഫസ്റ്റ് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഒരു ഗ്രാഫ് ABC ഉണ്ടെന്ന് വെക്കാം. ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എല്ലാത്തിനും വാല്യൂസ് 1 അല്ലെങ്കിൽ 0 മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1, ഇതിൻ്റെ വാല്യൂ 0, ഇതിൻ്റെ വാല്യൂ 1 അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സം എത്രയാണ്? 2 അല്ലേ? ഓരോ വേരിയബിൾസിനെ ആഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫ്രാക്ഷണലായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 0 to 1 അല്ല, എന്തെങ്കിലും ഫ്രാക്ഷണൽ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 0.1, ഇത് 1, ഇത് 0.5 എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.1 + 0.5 + 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1.6 ആയിരിക്കും കിട്ടുന്നത്, വിച്ച് ഇസ് ലെസ് ദാൻ 2 അല്ലേ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മളുടെ ഒറിജിനൽ വേർട്ടിസസിലുള്ള വേരിയബിൾസിൻ്റെ സമ്മായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ഇത്ര കിട്ടിയല്ലോ. ഇനി ഇതിലുള്ള ഈ 2നെ പുറത്തെടുത്തു, സിഗ്മേൻ്റെ പുറത്തെടുത്തു. അപ്പോൾ 2 × സിഗ്മ ബി എക്സ് വി എന്ന് കിട്ടി. ഈ ഫോർമുല ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താലും കുഴപ്പമില്ല, ബിക്കോസ് ഇതിൻ്റെ അൽഗോറിതം, ഇതിൻ്റെ അപ്രോക്സിമേഷൻ റേഷ്യോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് 6 മാർക്കിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ദ എൽ പി ഒബ്ജക്റ്റീവ് വാല്യൂ സിഗ്മ എക്സ് വി ബി ഈക്വൽ ടു ഒപ്റ്റിമൽ എൽ പി. ഇത് കിട്ടിയില്ലേ നമുക്ക്? 2 × സിഗ്മ ബി എക്സ് വി എന്ന് കിട്ടിയില്ലേ? അതിൽ 2 ഇല്ലാതെ സിഗ്മ ബി എക്സ് വി എന്ന് പറയുന്നത് ഇസ് എ ലോവർ ബൗണ്ട് ഓൺ ദി ഇൻറ്റീജർ ഒപ്റ്റിമം OPT ബിക്കോസ് റിലാക്സിങ് കൺസ്ട്രെയിൻസ് കനോട്ട് ഇൻക്രീസ് ദി മിനിമം. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞു നമ്മൾ ഇൻറ്റീജർ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ വാല്യൂസ് 0 and 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതെന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഈ ഫോർമുല ആയിട്ട് കൊടുത്തേക്കുന്നത്. ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒപ്റ്റിമൽ ഓഫ് ILP ആയിരിക്കും. സോ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവരാം. കാർഡിനാലിറ്റി ഓഫ് C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × ഒപ്റ്റിമൽ ഓഫ് LP ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × ഒപ്റ്റിമൽ. The produced cover C has a size at most 2 × OPT. അപ്പോൾ ഇതാണ് ഈ കാർഡിനാലിറ്റി ഓഫ് C എന്ന് പറയുന്നത് നമ്മളുടെ വേർട്ടെക്സ് കവറിൻ്റെ സൈസാണ്. അത് എപ്പോഴും ലെസ് ദാൻ ഒരു ഈക്വൽ ടു 2 times ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ സൈസായിരിക്കും. ദാറ്റ് പ്രൂവ്സ് ദ അൽഗോറിതം ഇസ് ടു അപ്രോക്സിമേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രൂഫൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിലുള്ള ഈ ഒരു ഫോർമുല മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ Vertex Cover Approximation using LP relaxation and LP rounding. Thank you.